ഹായ് എവരി വൺ. നമ്മളിന്ന് സെക്കൻഡ് സെമസ്റ്റർ MSc മാത്തമാറ്റിക്സിൻ്റെ റിയൽ അനാലിസിസ് 2 അല്ലെങ്കിൽ മെഷർ തിയറിയിലെ ഒരു ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്, ലെബേക്ക് ഔട്ടർ മെഷർ. അപ്പോൾ എന്താണ് ലെബേക്ക് ഔട്ടർ മെഷർ എന്നാണ് പറയാൻ പോണത്. ഓക്കെ, അപ്പോൾ ലെറ്റ് ഐ ബി ആൻ നോൺ എംപ്റ്റി ഇൻ്റർവൽ ഓഫ് റിയൽ നമ്പേഴ്സ്. ഐ എന്നത് ഒരു നോൺ എംപ്റ്റി റിയൽ ഇൻ്റർവൽ ഓഫ് റിയൽ നമ്പറാണ്. അതിൻ്റെ ലെങ്ത് നമ്മൾ എൽ ഓഫ് ഐ ആണ് ഡിനോട്ട് ചെയ്യണത്. ഓക്കെ, അപ്പോൾ എൽ ഓഫ് ഐ എന്നുള്ളത് മേ ബി ഇൻഫിനിറ്റി ആവാം. നമ്മൾ ഐ എന്നത് അൺബൗണ്ടഡ് ആണെങ്കിൽ അതിൻ്റെ ലെങ്ത് എന്താവാം, ഇൻഫിനിറ്റി ആവാം. ഇനി ഐ എന്ന ഇൻ്റർവെല്ലിൽ ബൗണ്ടഡ് ആണെങ്കിൽ അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഓഫ് ദ എൻഡ് പോയിന്റ്സ് ആണ്. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, നമ്മൾ ഡിസ്കസ് ചെയ്ത് മാത്രം. നമ്മൾ ഒരു കളക്ഷൻ, കൗണ്ടബിൾ കളക്ഷൻ k ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എന്നുള്ള ഇൻ്റർവെൽസ് എടുക്കുകയാണ്. അത് I1, I2, I3 എക്സെട്ര എന്നുള്ളത് എ എന്ന സെറ്റിനെ കവർ ചെയ്യുന്ന ഓപ്പൺ ബൗണ്ടഡ് ഇൻ്റർവെൽസ് ആണ്. ഓക്കെ, അപ്പോൾ എനെ കവർ ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? എ ഇസ് എ സബ്സെറ്റ് ഓഫ് യൂണിയൻ k ഇസ് ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി IK എന്ന് പറയാൻ പറ്റണം അല്ലേ? അതായത് എ എന്ന സെറ്റിനെ ഈ യൂണിയൻ IKയുടെ സബ്സെറ്റ് ആക്കി എഴുതാൻ പറ്റണം അല്ലേ? എ എന്നൊരു സെറ്റ് ഉണ്ടെങ്കിൽ അതിനെ ആരെ കൊണ്ട് കവർ ചെയ്യാൻ പറ്റണം? ഈ യൂണിയൻ IK കൊണ്ട് കവർ ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ എന്ത് പറയുക, ഈ IK നമ്മൾ കവർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എ എന്ന സെറ്റിനെ കവർ ചെയ്യുന്ന ഓപ്പൺ കവറിനുള്ള കളക്ഷനാണ് കളക്ഷൻ IK. ഓക്കെ, അപ്പോൾ കളക്ഷൻ IK k is equal to 1 to infinity is a non-empty open bounded intervals that covers A. ഓക്കെ, അതായത് A is a subset of union k is equal to 1 to infinity IK എന്ന് പറയാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെ എനെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ ഓപ്പൺ കവറുകളും എടുക്കണം. അപ്പോൾ എ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പല ഓപ്പൺ കവർ കൊണ്ട് കവർ ചെയ്യാൻ പറ്റും അല്ലേ? ഇവിടെ IKക്ക് പകരം വേറെ ഏതെങ്കിലും ഒരു നമ്പർ ആവാം. അപ്പോൾ നമുക്ക് എ എന്ന സെറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പല കവർ കൊണ്ട് കവർ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള എനെ കവർ ചെയ്യുന്ന എല്ലാ ഓപ്പൺ കവറുകളും എടുക്കും. ഇനി ഇതിൻ്റെ ഒക്കെ എന്ത് ചെയ്യും? ലെങ്ത് പരിഗണിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ഓപ്പൺ കവറിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ? ഓപ്പൺ കവറിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ ലെങ്ത്തുകൾ, ഓരോ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്തുകളുടെ സമ്മാണ്. ഓക്കെ, അതായത് ഇപ്പോൾ സിഗ്മ കെ നോട്ട് സിഗ്മ എൽ ഓഫ് സിഗ്മ കെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ IK എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എൽ ഓഫ് I1 പ്ലസ് എൽ ഓഫ് I2 പ്ലസ് എക്സെട്ര എൽ ഓഫ് IK പ്ലസ് എക്സെട്ര. അതായത് ഓരോ ഇൻ്റർവെൽത്തിൻ്റെയും ലെങ്ത്തിൻ്റെ സമ്മ്. അതിനാണ് നമ്മൾ എന്ത് പറയുക, ഒരു ഓപ്പൺ കവറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഔട്ടർ മെഷർ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഔട്ടർ മെഷർ ഓഫ് എ സെറ്റ് എ എന്ന സെറ്റിൻ്റെ ഔട്ടർ മെഷർ ഓർ ലെബേക്ക് ഔട്ടർ മെഷർ. ലെബേക്ക് ഔട്ടർ മെഷറിനെ നമ്മൾ ഷോർട്ടാക്കി പറയുന്നതാണ് ഔട്ടർ മെഷർ. ഓക്കെ, അപ്പോൾ എ എന്ന സെറ്റിൻ്റെ ഔട്ടർ മെഷർ എന്ന് പറഞ്ഞാൽ അതിനെ ഡിനോട്ട് ചെയ്യുക M സ്റ്റാർ ഓഫ് A. ഓക്കെ, ലെബേക്ക് മെഷറിന് നമ്മൾ M ഓഫ് A എന്ന് പറയുള്ളൂ. ഔട്ടർ മെഷർ ഉണ്ടാകുമ്പോൾ മുകളിൽ നിന്നുണ്ടാകും ഒരു സ്റ്റാർ എടുക്കും. അപ്പോൾ M സ്റ്റാർ ഓഫ് A എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻഫിമം of set sigma k is equal to 1 to infinity L of IK where A is subset union k equal to 1 to infinity IK. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, ഔട്ടർ മെഷർ എന്ന് പറയുക. എങ്ങനെയാണ്? നമ്മൾ ഏത് സെറ്റാണോ എടുക്കുന്നത് ആ സെറ്റിനെ കവർ ചെയ്യുന്ന എല്ലാ ഓപ്പൺ കവറുകളും നമ്മൾ പരിഗണിച്ചു. അപ്പോൾ എ എന്ന സെറ്റിനെ കവർ ചെയ്യാൻ പറ്റാവുന്ന എല്ലാ ഓപ്പൺ കവറുകളും എടുത്തു. അതിൻ്റെ എല്ലാത്തിൻ്റെയും ലെങ്ത്തിൻ്റെ സം എടുത്തു. ആ ഓപ്പൺ കവറുകളിലൊക്കെ ലെങ്ത് എടുത്തു. അതിലേറ്റവും ചെറുത് ഏതാണോ അതിനെ നമ്മൾ പറഞ്ഞ പേരാണ് M സ്റ്റാർ ഓഫ് A. അതായത് M സ്റ്റാർ ഓഫ് A എന്ന് പറഞ്ഞാൽ എ എന്ന സെറ്റിനെ കവർ ചെയ്യുന്ന കളക്ഷൻ IKകളൊക്കെ എടുത്ത് അതിൻ്റെ ലെങ്ത്തുകളുടെ സമ്മിൻ്റെ ഇൻഫിമം. അതായത് ഇൻഫിമം ഓഫ് സിഗ്മ k ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി L ഓഫ് IK വേർ A സബ്സെറ്റ് യൂണിയൻ IK. അപ്പോൾ A സബ്സെറ്റ് യൂണിയൻ IK ആയ ഓരോ IKകളെയും ലെങ്ത് എടുക്കും. അതായത് L ഓഫ് I1, L ഓഫ് I2 അതിൻ്റെ എല്ലാത്തിനും സം എടുത്ത് അതിലേറ്റവും ചെറുത് ഏതാണോ അതിനെയാണ് നമ്മൾ എന്താ പറയുക, M സ്റ്റാർ ഓഫ് A എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ സെറ്റ് 1, 2 എടുത്തു. സെറ്റ് 1, 2. അപ്പോൾ A ഈക്വൽ ടു സെറ്റ് 1, 2. അപ്പോൾ ഈ എന്നെ കവർ ചെയ്യുന്ന ഓപ്പൺ കവറുകൾ ഏതാ? നമ്മൾ എന്തെടുക്കുകയാണ്? ലെറ്റ് I1 എന്ന് പറഞ്ഞാൽ
നമ്മൾ എടുക്കാൻ പോണ ഇൻ്റർവെല്ലാണ് 0,2. I2 എന്നുള്ളത് എന്താണ്? ഓപ്പൺ ഇൻ്റർവെൽ 1,3 എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ A ഈസ് എ സബ്സെറ്റ് ഓഫ് I1 യൂണിയൻ I2 എന്ന് എഴുതാമല്ലോ അല്ലേ? കാരണം എന്തുണ്ടാ, എ എന്ന് പറഞ്ഞാൽ ആകെ 2 എലമെൻ്റേ ഉള്ളൂ, 1 ഉം 2 മാത്രമേ ഉള്ളൂ. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 0 to 2 യൂണിയൻ 1 to 3യുടെ സബ്സെറ്റ് ആക്കി എഴുതാൻ പറ്റും. അപ്പോൾ എനെ കവർ ചെയ്യുന്ന ഒരു ഓപ്പൺ കവറാണ് I1 I2. ഓക്കെ, ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യാം? അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എടുക്കുക. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും? ലെങ്ത് ഓഫ് L of I1 പ്ലസ് L of I2 പറയും. ഇതിൻ്റെ ലെങ്ത് 2, ഇതിൻ്റെ ലെങ്ത് 2. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിൻ്റെ രണ്ടിൻ്റെ യൂണിയൻ്റെ ലെങ്ത് എത്രയാണ്? 4 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? അടുത്തൊരു സെറ്റ് എടുക്കുക, J1 J2. ഓക്കെ, അല്ലേ? ആദ്യത്തെ നമ്മൾ എന്താ പറയുക? 4. ഇനി എന്ത് ചെയ്യാണ്? J1 J2 എന്നുള്ള ഒരു എടുക്കുകയാണ്. അപ്പോൾ J1 = നമ്മൾ എന്തെടുക്കുകയാണ്? ലെറ്റ് നമ്മൾ 0.9, 1.1. ഓക്കെ, J1 അങ്ങനെ എടുത്തു. J2 ആയിട്ട് നമുക്ക് എങ്ങനെ എടുക്കാം? ലെറ്റ് 1.99, 2.1. അപ്പോൾ രണ്ടും എന്തുണ്ടാവും? നമുക്ക് J1 യൂണിയൻ J2 എടുത്താൽ J1-നകത്ത് ആരുണ്ടാവും? 1 is a subset of this interval ആണ്, 2 is a subset of J2. അപ്പോൾ A is a subset of J1 യൂണിയൻ J2 എന്ന് പറയാൻ പറ്റും. L of J1 നമുക്ക് എത്ര കിട്ടുക? 0.2. L of J2 0.2. അപ്പോൾ ഇതിനെ സമ്മ് 0.4. അപ്പോൾ ആദ്യത്തെ ഓപ്പൺ കവറിൻ്റെ ലെങ്ത് 4, ഇപ്പോഴത്തെ ഓപ്പൺ കവറിൻ്റെ ലെങ്ത് 0.4. ഇനി നമുക്ക് ഇതേപോലെ തന്നെ വേറൊരു സെറ്റ് എടുക്കാം, ഒരു K1 K2 എടുക്കുക. അതേപോലെ 2 ആവണമെന്നൊന്നും ഇല്ല കേട്ടോ, K1 K2 K3 ഒക്കെ ആവാം. നമ്മൾ എക്സാമ്പിൾ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോ കവറുകൾ എടുക്കുമ്പോഴും നമുക്ക് അതിൻ്റെ ലെങ്ത്തിൻ്റെ സമ്മ് എന്തായി മാറും? ഓരോന്ന് വ്യത്യസ്തമായിരിക്കും. ഓക്കെ, ആദ്യത്തിൽ 4 വന്നു, അടുത്തതിൽ 0.4 വന്നു, ഇനി 2 നമുക്ക് എങ്ങനെ വെച്ചെടുക്കാം. അങ്ങനെ നമുക്ക് എത്ര ഓപ്പൺ കവറുകളുടെ ലെങ്ത് എടുക്കാൻ പറ്റുമോ അതിൽ ഏറ്റവും ചെറുതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് M star of A. ഓക്കെ, അപ്പോൾ M star of A എന്ന് പറഞ്ഞാൽ എനെ കവർ ചെയ്യുന്ന A സബ്സെറ്റ് യൂണിയൻ K = 1 to infinity IK ആവുന്ന, അതായത് എയുടെ ഓപ്പൺ കവറുകളുടെ ലെങ്ത്തിൻ്റെ സമ്മിൻ്റെ ഇൻഫിമം. ഇറ്റ് ഇസ് ദ ഇൻഫിമം ഓഫ് സം ഓഫ് L of IK വേറെ A സബ്സെറ്റ് യൂണിയൻ IK. അപ്പോൾ A എന്ന സെറ്റിനെ കവർ ചെയ്യുന്ന എല്ലാ ഓപ്പൺ കവറുകളും നമ്മൾ എടുക്കും. അതിൻ്റെയൊക്കെ ലെങ്ത്തിൻ്റെ സമ്മ് കണ്ടുപിടിച്ചിട്ട് അത് ഏറ്റവും ചെറുതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് M star of A. Okay. That is the outer measure of A is the infimum of sum of L of IK. ഇതാണ് നമ്മൾ ഔട്ടർ മെഷറിനെ കുറിച്ച് പഠിക്കുക. അപ്പോൾ ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഔട്ടർ മെഷർ ഓഫ് എ സെറ്റ് A is the outer measure of A is the infimum of sigma K = 1 to infinity L of IK where A subset union K is equal to 1 to infinity IK. Okay. അപ്പോൾ ഇവിടെ നമുക്ക് എടുക്കുകയാണ്, നമ്മൾ എന്ത് ചെയ്യണം? It follows immediately from the definition of an outer measure that M star of phi is equal to 0. അപ്പോൾ ഫൈനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഫൈ എന്ന സെറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഫൈ എന്ന സെറ്റിൻ്റെ മെഷർ എന്ന് പറഞ്ഞാൽ 0 ആണ്. കാരണം ഫൈ എന്ന് പറഞ്ഞാൽ എംറ്റി സെറ്റാണ്. എംറ്റി സെറ്റിനെ കവർ ചെയ്യാൻ പറ്റാവുന്ന ഓപ്പൺ കവറുകളുടെ ഏറ്റവും ചെറുതിൻ്റെ ലെങ്ത് എത്ര ആയിരിക്കും? 0 ആയിരിക്കും അല്ലേ? എംറ്റി സെറ്റ് നമുക്ക് ഏതിൻ്റെ സബ്സെറ്റാക്കി എഴുതാൻ പറ്റും? എംറ്റി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവറി സെറ്റ്. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റാവുന്ന ലെങ്ത്തുകളുടെ ഏറ്റവും ചെറുതിന് അല്ലേ, അതിൻ്റെ ലെങ്ത്തിൽ ഏറ്റവും ചെറുത് പറഞ്ഞാൽ 0 ആയിരിക്കും. കാരണം ലെങ്ത് ഒരിക്കലും നെഗറ്റീവ് ആവില്ല. ഓക്കെ, അതുകൊണ്ട് M star of phi എന്നുള്ളത് 0 ആയിരിക്കും. ഇനി ഇവിടെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡെഫിനിഷൻ കാര്യമാണ് നമ്മൾ പറയണത്. ഇഫ് A സബ്സെറ്റ് B then M star of A is less than equal to M star of B. അത് നമ്മൾ പറയാം ഔട്ടർ മെഷർ ഈസ് മോണോട്ടോൺ എന്ന് പറയാം. അപ്പോൾ എനേക്കാൾ വലുതാണ് ബി എങ്കിൽ M star of എനേക്കാൾ വലുതായിരിക്കും M star of B. ഓക്കെ, അതെങ്ങനെയാണ് പറയുന്നത് നോക്കാം. സിൻസ് എനി കവർ ഓഫ് എ സെറ്റ് ബി ഈസ് ഓൾസോ എ കവർ ഓഫ് എനി സബ്സെറ്റ് ഓഫ് ബി. ബി എന്ന സെറ്റിൻ്റെ ഏതൊരു കവറും അതിൻ്റെ സബ്സെറ്റിൻ്റെയും കൂടി കവറാണ് അല്ലേ? അപ്പം എ എന്നത് ബിയുടെ സബ്സെറ്റ് ആണ്. അപ്പോൾ എ ഈസ് നമുക്ക് എന്താ പറയുകയാണ്? ബി ഈസ് എ സബ്സെറ്റ് ഓഫ് യൂണിയൻ ഐക്യ ആണെങ്കിൽ
നമുക്ക് ഓട്ടോമാറ്റിക്കലി പറയാൻ പറ്റും എ ഈസ് എ സബ്സെറ്റ് ഓഫ് യൂണിയൻ ഐ കെ, ബിക്കോസ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. അപ്പോൾ ബിനെ കവർ ചെയ്യാൻ പറ്റാവുന്ന എല്ലാ കവറുകളും ആരെയും കൂടി കവർ ചെയ്യും? എനെയും കൂടി കവർ ചെയ്യും. പക്ഷെ എനെ കവർ ചെയ്യണം എല്ലാവരും ആരെ കവർ ചെയ്യണമെന്നില്ല? ബിനെ കവർ ചെയ്യണമെന്നില്ല അല്ലേ? ഇപ്പോൾ വലിയ സെറ്റിനെ കവർ ചെയ്യുന്ന എല്ലാ എലമെന്റ്സും ആരെയും കൂടി കവർ ചെയ്യും? ചെറിയ സെറ്റിനെയും കൂടി കവർ ചെയ്യും. ബട്ട് ചെറിയ സെറ്റിനെ കവർ ചെയ്യുന്ന എല്ലാവരും ആരെ കവർ ചെയ്യണമെന്നില്ല? ബി എന്ന വലിയ സെറ്റിനെ കവർ ചെയ്യണമെന്നില്ല. അപ്പോൾ അത് എനെ കവർ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ് അല്ലേ? ബിനെ കവർ ചെയ്യുന്നവരെല്ലാവരും ഉണ്ടാവും, പിന്നെ പുറമെ എന്തുണ്ടാവും? എനെ മാത്രം കവർ ചെയ്യുന്ന കുറച്ച് എലമെന്റ്സും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എം സ്റ്റാർ എന്തായിരിക്കും? കുറവായിരിക്കും. കുറേ ആൾക്കാരിലെ ചെറുത് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? അത് കുറച്ചുകൂടി ചെറുതാവാൻ സാധ്യതയുണ്ട്. സോ എം സ്റ്റാർ ഓഫ് എ ഇസ് എ സബ്സെറ്റ് ഓഫ് എം സ്റ്റാർ ഓഫ് എ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് ബി എന്ന് പറയും. ഓക്കെ, അപ്പോൾ എം സ്റ്റാർ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പർ ആണ് അല്ലേ? നമ്മൾ കിട്ടുന്നത് എന്താണ്? ലെങ്ത് ഓഫ് ഐ കെകളുടെ മിനിമം, ഇൻഫിമം. അപ്പോൾ ഇത് റിയൽ നമ്പർ ആണ്. അപ്പോൾ ഇതെപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു, രണ്ട് റിയൽ നമ്പർ എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. അപ്പോൾ ഈ കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞ പേരാണ് മോണോട്ടോണി. ദാറ്റ് ഈസ് ഔട്ടർ മെഷർ ഈസ് മോണോട്ടോൺ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞ കാര്യം സീറോൻ്റെ മെഷർ എപ്പോഴും, ഫൈയുടെ മെഷർ എപ്പോഴും സീറോ ആയിരിക്കും. പിന്നെ എ സബ്സെറ്റ് ബി ആണെങ്കിൽ എം സ്റ്റാർ ഓഫ് എ ലെസ് ദാൻ എം സ്റ്റാർ ഓഫ് ബി ആയിരിക്കും. ഇനി വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയ ഒരു കൺസെപ്റ്റാണ് പറയണത്. എ കൗണ്ടബിൾ സെറ്റ് ഹാസ് ഔട്ടർ മെഷർ സീറോ. അതായത് കൗണ്ടബിൾ സെറ്റിൻ്റെ മെഷർ സീറോ ആയിരിക്കും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കാൻ പോണത് നമ്മൾ കൗണ്ടബിൾ സെറ്റിൻ്റെയൊക്കെ മെഷർ സീറോ എന്ന് കാണിക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെടുത്തു? ലെറ്റ് സി ബി എ കൗണ്ടബിൾ സെറ്റ്. സി ഒരു കൗണ്ടബിൾ സെറ്റാന്ന് എടുത്തു. അപ്പോൾ കൗണ്ടബിൾ സെറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എലമെന്റ്സുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൗണ്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവിടെ ഒരു ജെയോട് ഈക്വലൻ്റ് ആയിരിക്കും അല്ലേ? ഒരു സെറ്റ് കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വലൻ്റ് ടു ജെ, ദാറ്റ് ഈസ് സി ഈസ് ഈക്വലൻ്റ് ടു ജെ എന്ന് പറയാൻ പറ്റും. അതായത് സിയും നാച്ചുറൽ നമ്പേഴ്സുമായിട്ട് ഒരു 1-1 കറസ്പോണ്ടൻസ് ഉണ്ടാക്കാൻ പറ്റും. അതായത് സിക്കകത്ത എലമെന്റ്സുകൾ നമുക്ക് ഒരു സീക്വൻഷ്യലി അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയാം. അപ്പോൾ സി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? C1, C2, C3 നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതായത് സി കൗണ്ടബിൾ ആയതുകൊണ്ട് നമുക്ക് സി നമുക്ക് എന്ത് എഴുതാം? സീക്വൻസ് CK K = 1 to infinity എന്ന് പറയാം. അതായത് ഫസ്റ്റ് എലമെന്റ് C1, അടുത്ത C2 അങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഒരു സെറ്റ് എടുക്കുകയാണ്. For each epsilon greater than 0, there exists a natural number k such that ik is equal to ck minus epsilon by 2 raised to k plus 1, comma ck plus epsilon by 2 raised to k plus 1. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു എപ്സിലോൺ പോസിറ്റീവ് നമ്മൾ എന്തെടുത്തു? ഒരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ചൂസ് ചെയ്തു. ഇനി I1 ഒരു ഇൻ്റർവൽ എടുക്കാം. I1 നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്? C1 മൈനസ് epsilon by 2 square, okay, comma C1 plus epsilon by 2 square. ഇങ്ങനെ ഒരു എലമെന്റ് എടുത്തു. അതായത് നമ്മൾ ഇങ്ങനെ എഴുതുന്നു, നമ്മൾ ചെയ്തിരുന്നു. ശ്രദ്ധിക്കണം, നമ്മൾ എലമെന്റുകളെ നമ്മൾ എന്ത് ചെയ്തു? C1 C2 അല്ലേ? നമ്മൾ റിയൽ ലൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ റിയൽ ലൈൻ വരച്ചു. ഇതിനകത്ത് നമ്മൾ എലമെന്റ്സുകളെ മാർക്ക് ചെയ്യാണ്. ഇവിടെ C1 C2 C3 C4 എക്സെട്ര അങ്ങനെയാണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ C1നെ എന്ത് ചെയ്യാണ്? ഒരു I1 എന്നുള്ള ഇൻ്റർവൽ എടുക്കണം. I1 എടുക്കുന്നത് എങ്ങനെയാണ്? I1 എടുക്കുന്നത് എങ്ങനെയാണ്? C1 മൈനസ് എപ്സിലോൺ ബൈ 2 സ്ക്വയർ. അപ്പോൾ ഈ C1 നിന്ന് ഒരു എപ്സിലോൺ ബൈ 2 സ്ക്വയർ കുറച്ചു. ഇപ്പോൾ ഇവിടെ പോയിന്റ് അല്ലേ? അതായത് ഇതാണ് എപ്സിലോൺ ബൈ 2 സ്ക്വയർ, ഇത്രയും ഡിസ്റ്റൻസ്. അതായത് C1 സെന്റർ ആയിട്ട് എപ്സിലോൺ ബൈ 2 സ്ക്വയർ റേഡിയസ് ഉള്ള നൈബർഹുഡ്, അതാണ് I1. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് I1. ഇനി സിമിലർലി നമ്മൾ എന്ത് ചെയ്തു? C2നെ കണ്ടെയ്ൻ ചെയ്യണം. C2നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഇൻ്റർവൽ എടുക്കുകയാണ് I2. I2 എടുക്കുന്നത് എങ്ങനെയാണ്? I2 is equal to C2 മൈനസ് എപ്സിലോൺ ബൈ 2 ക്യൂബ്, 2 ക്യൂബ് ആക്കും, എപ്സിലോൺ ബൈ 2 ക്യൂബ് പ്ലസ് C2 പ്ലസ് എപ്സിലോൺ ബൈ 2 ക്യൂബ്. ഓരോന്നിലും നമ്മൾ ഈ പവർ കുറച്ചുകൊണ്ടിരിക്കണം. അതായത് C2ൻ്റെ എപ്സിലോൺ ബൈ 2 ക്യൂബ്, എപ്സിലോൺ ബൈ 2 ക്യൂബ് പറഞ്ഞാൽ ഒന്ന് കുറയും.
അപ്പോൾ ε/2³ റേഡിയസിലുള്ള ഒരു ഇൻ്റർവെൽ എടുത്തു, അത് നമ്മൾ I2. അപ്പോൾ C3നെ കണ്ടെയ്ൻ ചെയ്യുന്നതിൻ്റെ പേരെന്തായിരിക്കും? I3 എന്നായിരിക്കും. അതിൻ്റെ റേഡിയസ് എന്താ വരിക? C3 സെൻറ്റർ ആയിട്ട് നമ്മൾ I3 എന്നാണ് പേര് കൊടുക്കുക. I3 നമ്മൾ എടുക്കുക എങ്ങനെയാണ്? C3 മൈനസ് ε/2⁴, C3 പ്ലസ് ε/2⁴. അതായത് ഇത്രയും ε/2⁴ വന്നു. അടുത്ത C4നെ കണ്ടെയ്ൻ ചെയ്യുന്നത് I4, അതിൻ്റെ റേഡിയസ് ε/2⁵. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്? I1, I2, I3 ഒക്കെ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഏത് എപ്സിലോൺ എടുത്താലും നമ്മൾ I1, I2, I3 ഒക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യണം. എങ്ങനെയാണ്? I1 എന്നത് ആരെ കവർ ചെയ്യും? I1 കവേഴ്സ്, അല്ലേ? I1 ആരെ കവർ ചെയ്യും? I1 covers C1, I2 covers C2, I3 covers C3, I4 covers C4. അതായത് നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും? therefore നമുക്ക് കിട്ടിയതാണ് C1 is a subset of I1, സെറ്റ് ഓഫ് സിംഗിൾട്ടൺ ആണ്. സിംഗിൾട്ടൺ C2 is a subset of I2, സിംഗിൾട്ടൺ C3 is a subset of I3, etc. therefore ഇവിടെ നമുക്ക് എന്താ പറയാൻ പറ്റും? സിംഗിൾട്ടൺ C1 യൂണിയൻ സിംഗിൾട്ടൺ C2 യൂണിയൻ സിംഗിൾട്ടൺ C3 എക്സെട്ര is a subset of I1 യൂണിയൻ I2 യൂണിയൻ എക്സെട്ര, അല്ലേ? അപ്പോൾ ഇതിന് നമ്മൾ എന്തറിയാം? ഈ സിംഗിൾട്ടൺ എലമെന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ അതിൽ എന്തുണ്ടാവും? സെറ്റ് C1, C2, C3 എക്സെട്ര is a subset of യൂണിയൻ I is equal to 1 to infinity Ci or K is equal to 1 to infinity Ck എന്ന് പറയാൻ പറ്റും. കാരണം C1 I1ന്റെ സബ്സെറ്റ് ആണ്, C2 I2ന്റെ സബ്സെറ്റ് ആണ്, അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? രണ്ട് സൈഡിൽ യൂണിയൻ എടുക്കാം. അപ്പോൾ രണ്ട് സൈഡിൽ യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ നമുക്ക് കിട്ടുക C1 യൂണിയൻ C2 യൂണിയൻ എക്സെട്ര. ഇവിടെ ഇപ്പുറത്ത് എന്ത് വരും? സബ്സെറ്റ് ഓഫ് I1 യൂണിയൻ I2 യൂണിയൻ എക്സെട്ര. അതായത് C1, C2, C3 എക്സെട്ര ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് C. So നമുക്ക് കിട്ടും C is a subset of യൂണിയൻ K is equal to 1 to infinity IK. അപ്പോൾ IK എന്ന സബ്സെറ്റ് സിനെ കവർ ചെയ്യുന്ന ഒരു സബ്സെറ്റ് ആണ്, ഓപ്പൺ കവർ ആണ് നമ്മളെ IK. അതായത് പറയാൻ പറ്റും കളക്ഷൻ IK K is equal to 1 to infinity is an open cover of C എന്ന സെറ്റിനെ കവർ ചെയ്യുന്ന ഒരു ഓപ്പൺ കവറാണ് കളക്ഷൻ IK. നമ്മൾ എന്താണ് M സ്റ്റാർ ഓഫ് C എങ്ങനെ ഡിഫൈൻ ചെയ്ത്? M സ്റ്റാർ ഓഫ് C is equal to infimum of, അല്ലേ, സിഗ്മ K is equal to 1 to infinity L of IK where L of IK such that ഇവിടെ C ആണ്, അല്ലേ? എക്ക് വരും C ആണ്. അപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റും? C സബ്സെറ്റ് യൂണിയൻ IK. അപ്പോൾ സീനെ കവർ ചെയ്യുന്ന IKകളൊക്കെ എടുത്ത് അതിൻ്റെ ലെങ്ത്തിന്റെ സമ്മിൻ്റെ ഇൻഫിമത്തിനെയാണ് M സ്റ്റാർ ഓഫ്. അപ്പോൾ നമ്മൾ ഈ ഇൻഫിമം ഒഴിവാക്കുകയാണെന്ന് വെച്ചാൽ എന്താ ഉണ്ടാവുക? അത് ഇതിനകത്ത് ഒരു എലമെന്റ് മാത്രം എടുക്കുകയെന്ന് വെച്ചാൽ വലുതാവല്ലേ? ഇൻഫിമത്തിന് ഏറ്റവും ചെറുതിനോടാണ് ആര് ഈക്വല്? നമുക്ക് ഇവിടെ തന്ന ഈ സെറ്റിലെ ഏറ്റവും ചെറുതാരാണോ അതിനോടാണ് M സ്റ്റാർ ഓഫ് C ഈക്വൽ, അല്ലേ? അപ്പോൾ ഇതിനകത്ത് വേറെ ഏതെങ്കിലും ഒരാളെ എടുക്കാന്ന് വെച്ചാൽ എന്തുണ്ടാവും? ഒന്നുമില്ലെങ്കിൽ അത് എടുക്കുന്ന ആൾ ചെറുതാണെങ്കിൽ ഈക്വൽ ആവും, പക്ഷെ എടുക്കുന്ന ആൾ വലുതാണെങ്കിലോ ഗ്രേറ്റർ ദാൻ ആവും. സോ നമുക്ക് ഇവിടുന്ന് പറയാൻ പറ്റും therefore M സ്റ്റാർ ഓഫ് C is always less than or equal to summation K is equal to 1 to infinity L of IK. ഇതെല്ലാം സമേഷൻ L ഓഫ് IKകളെക്കാട്ടിലും ചെറുതായിരിക്കും. അപ്പോൾ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഇതെന്താണ് പറയുക? വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതായത് M സ്റ്റാർ ഓഫ് C ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു L ഓഫ് I1 പ്ലസ് L ഓഫ് I2 പ്ലസ് L ഓഫ് I3 പ്ലസ് എക്സെട്ര. എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ദാറ്റ് ഈസ് M സ്റ്റാർ ഓഫ് C is less than equal to L of I1 എന്ന് പറഞ്ഞാൽ എന്താ? that is L of I1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? C1 minus epsilon by 2 square, C1 plus epsilon by 2 square.
plus L of C2 minus epsilon by 2 cube, comma C2 plus epsilon by 2 cube, plus L of C3 minus epsilon by 2 raised to 4, comma C3 plus epsilon by 2 raised to 4 plus etc. അല്ലേ? അപ്പോൾ ഇതിൻ്റെ സം കാണും. ഇതിൻ്റെ സം കാണുമ്പോൾ ലെങ്ത് കാണുമ്പോൾ എന്താ ഉണ്ടാവുക? ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എൻഡ് പോയിന്റ്സുകൾ ഡിഫറൻസ്, അതായത് C1 പ്ലസ് എപ്സിലോൺ ബൈ 2 സ്ക്വയർ മൈനസ് C1 മൈനസ് എപ്സിലോൺ ബൈ 2 സ്ക്വയർ. അപ്പോൾ C1 ക്യാൻസൽ ആയി പോവും. ബാക്കി എന്താ മാത്രമാവും? അത് മാത്രം ഒന്ന് എഴുതി കാണിക്കാം. വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ദെർഫോർ M സ്റ്റാർ ഓഫ് C is less than or equal to, ആദ്യത്തെ ഉണ്ടാവുക C1 plus epsilon by 2 square minus C1 minus epsilon by 2 square. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഉണ്ടാവുക. പ്ലസ് അടുത്തതേപോലെ ഉണ്ടാവും C2 plus epsilon by 2 cube minus C2 minus epsilon by 2 cube plus etc. വരും അല്ലേ? അപ്പോൾ വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ നമുക്ക് അറിയാൻ പറ്റും ആദ്യത്തേൽ ഒരു പ്ലസ് C1 ഉണ്ട്, ഇവിടെ ഒരു മൈനസ് C1. അപ്പോൾ C1 വെട്ടിപ്പോയി. ഇനി അതേപോലെ ആദ്യത്തേൽ ഒരു എപ്സിലോൺ ബൈ 2 സ്ക്വയർ ഉണ്ട്, മൈനസ് എപ്സിലോൺ ബൈ 2 സ്ക്വയർ. അപ്പോൾ മൈനസും പ്ലസ് ആയി ഉണ്ടാവും 2 എപ്സിലോൺ ബൈ 2 സ്ക്വയർ തരും അല്ലേ? അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ എന്താ ഉണ്ടാവുക? 2 epsilon by 2 square പ്ലസ് സിമിലർലി ഇവിടെ എന്തുണ്ടാവും? ഒരു C2 മൈനസ് C2 വെട്ടിപ്പോയി. ഇനി ഇവിടെ എപ്സിലോൺ ബൈ 2 ക്യൂബും ഉണ്ട്, മൈനസ് എപ്സിലോൺ ബൈ 2 ക്യൂബ്, അപ്പോൾ പ്ലസ് ആയി. അതും എന്തുണ്ടാവും? വിച്ച് ഈസ് ഈക്വൽ ടു 2 എപ്സിലോൺ ബൈ 2 ക്യൂബ് പ്ലസ് അടുത്ത ടേം ഇതേപോലെ C3 വെട്ടിപ്പോവും, അടുത്ത 2 എപ്സിലോൺ ബൈ 2 റേസ് ടു 4 പ്ലസ് എക്സെട്ര ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇവിടെ 2 സ്ക്വയറിൽ 2ഉം 2 എപ്സിലോണിൽ 2 വെട്ടിപ്പോയി, 2 എപ്സിലോണിൽ 2ഉം 2 ക്യൂബിൽ 2 വെട്ടിപ്പോയി, 2 സ്ക്വയർ ആവും, 2 ക്യൂബ് ആവും എക്സെട്ര. സോ നമുക്ക് കിട്ടിയതാണ് M സ്റ്റാർ ഓഫ് C is less than or equal to ആദ്യത്തെ ടേം എപ്സിലോൺ ബൈ 2 പ്ലസ് അടുത്ത ടേം എപ്സിലോൺ ബൈ 2 സ്ക്വയർ പ്ലസ് എപ്സിലോൺ ബൈ 2 ക്യൂബ് പ്ലസ് എക്സെട്ര. അപ്പോൾ ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം ഇതിൽ എപ്സിലോൺ ബൈ 2 സ്ക്വയർ വേണമെന്ന് വെച്ചാൽ പുറത്തേക്ക് എടുക്കാം, which is less than or equal to epsilon by 2 പുറത്തേക്ക് എടുക്കുക. ബാക്കി എന്തുണ്ടാവും? 1 പ്ലസ് 1 by 2 പ്ലസ് 1 by 2 സ്ക്വയർ പ്ലസ് എക്സെട്ര എന്നുണ്ടാവും. ഇത് ഒരു GP ആണ്, ജോമെട്രിക് സീരീസ്. GP അല്ല, ജോമെട്രിക് സീരീസ് ആണ്. അതിൻ്റെ ഫസ്റ്റ് ടേം 1ഉം അതിൻ്റെ കോമൺ റേഷ്യോ 1/2 ആണ്. കാരണം 1 × 1/2 1/2 1/2 × 1/2 1/2 സ്ക്വയർ അല്ലേ? അപ്പോൾ 6 1/2 ആണ്, ലെസ് ദാൻ 1 ആണ്. അപ്പോൾ ഇത് കൺവേർജൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ ലെസ് ദാൻ ഈക്വൽ ടു എപ്സിലോൺ ബൈ 2 പുറത്തുണ്ട്, ബാക്കിയുള്ളത് A/1 മൈനസ് R എന്നാണ്. A എന്നാണ് ഫസ്റ്റ് ടേം, ബൈ 1 മൈനസ് R 1/2. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 മൈനസ് 1 മോളിക്ക് 2 വരും, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ബൈ 2 ഇൻറ്റു ഇവിടെ വരിക 1 മൈനസ് 2 മൈനസ് 1/2. ഈ 2 മോളിക്ക് പോവും അല്ലേ? ആ 2 വെട്ടിപ്പോയി, ബാക്കി ആരുണ്ടാവും? എപ്സിലോൺ മാത്രം ഉണ്ടാവും. അപ്പോൾ നമുക്ക് കിട്ടിയതാണ് M സ്റ്റാർ ഓഫ് C ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയതാണ് M സ്റ്റാർ ഓഫ് C ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ. അപ്പോൾ നമുക്ക് എടുത്ത എപ്സിലോൺ ഈസ് ആർബിട്രറി ആയിരുന്നു. അപ്പോൾ എപ്സിലോൺ നമുക്ക് എന്തും എടുക്കാം, എപ്സിലോൺ ആർബിട്രറി ആണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? therefore M star of C is less than or equal to 0. എപ്സിലോൺ ആർബിട്രറി ആയതുകൊണ്ട് M star of C എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. നമുക്കറിയാം M star of C എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും നോൺ നെഗറ്റീവ് ആണ്. കാരണം എന്താണ്? ലെങ്ത്തിൻ്റെ ഇൻഫിമാണ്. അപ്പോൾ ലെങ്ത്തുകളൊക്കെ പോസിറ്റീവ് ആണ്, അപ്പോൾ അതിന് ഇൻഫിം എപ്പോഴും അല്ലേ? ലെങ്ത്തുകളൊക്കെ ഒന്നുമില്ലെങ്കിൽ പോസിറ്റീവോ അല്ലെങ്കിൽ നോൺ നെഗറ്റീവ് ആണ്, എപ്പോഴും 0 അല്ലെങ്കിൽ പോസിറ്റീവ് മാത്രമേ വരുള്ളൂ. അപ്പോൾ അതിൽ ഏറ്റവും ചെറുത് എന്ന് പറഞ്ഞാൽ എപ്പോഴും നോൺ നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് ഇതൊരിക്കലും M star of C ഒരിക്കലും നെഗറ്റീവ് ആവില്ല. അപ്പോൾ ഇതിനർത്ഥം എന്താണ്? നമുക്ക് കിട്ടിയ ഈ ഫിഗർ വെച്ച് നമുക്ക് എന്തറിയാം? M star of C എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ 0 അല്ലെങ്കിൽ നെഗറ്റീവ്, പക്ഷേ M star of C ഒരിക്കലും നെഗറ്റീവ് ആവില്ല. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും M star of C ഈസ് ഈക്വൽ ടു 0. അതായത് കൗണ്ടബിൾ സെറ്റിൻ്റെ മെഷർ 0 ആയിരിക്കും. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒന്നുകൂടി പറയാം.
ഒരു കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞത്. സി ഒരു കൗണ്ടബിൾ സെറ്റാണ്, അതിൻ്റെ മെഷർ 0 ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അതിന് സി ഒരു കൗണ്ടബിൾ സെറ്റ് എടുത്തു. കൗണ്ടബിൾ സെറ്റ് ആണെങ്കിൽ അതിന് നമുക്ക് സി കെ ഈക്വൽ ടു 1 to infinity ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ ഇൻറ്റിജറിനും ഇപ്പോൾ k1 കൊടുത്താൽ നമുക്ക് I1 എന്നുള്ള സെറ്റ് കിട്ടും. അത് C1നെ കവർ ചെയ്യും. C1 മൈനസ് എപ്സിലോൺ ബൈ 2 സ്ക്വയർ C1 പ്ലസ് എപ്സിലോൺ ബൈ 2 സ്ക്വയർ രൂപത്തിലായി I1 ഉണ്ടാവുക. I2 എന്ന് പറഞ്ഞാൽ C2നെ കവർ ചെയ്യും. അത് C2 മൈനസ് എപ്സിലോൺ ബൈ 2 ക്യൂബ് C2 പ്ലസ് എപ്സിലോൺ ബൈ 2 ക്യൂബ് ആയിരിക്കും. അങ്ങനെ നമ്മൾ C1നെ I1 കവർ ചെയ്യും, C2നെ I2നെ കവർ ചെയ്യും, C3നെ I3 കവർ ചെയ്യും. അതായത് Cനെ നമ്മൾ ആര് കവർ ചെയ്യും? IK ഈക്വൽ ടു 1 to infinity എന്നുള്ള ഈ കളക്ഷൻ കവർ ചെയ്യും. അതായത് I1 I2 I3 എക്സെട്ര അതിൻ്റെ യൂണിയൻ സീനെ കവർ ചെയ്യും. ഓക്കെ, അപ്പം നമുക്കറിയാം എം സ്റ്റാർ ഓഫ് സി എന്നുള്ള എപ്പോഴും എന്താണ്? എം സ്റ്റാർ ഓഫ് സി ഇസ് ഈക്വൽ ടു ഇൻഫിമം ഓഫ് സമേഷൻ എൽ ഓഫ് ഐ കെ അല്ലേ, വേർ എ സബ്സെറ്റ് യൂണിയൻ ഐ കെ അല്ലെങ്കിൽ സി സബ്സെറ്റ് യൂണിയൻ. സീനെ കവർ ചെയ്യുന്ന ഓപ്പൺ കവറുകളുടെ ലെങ്ത്തിന്റെ സമ്മിന്റെ ഇൻഫിമം ആണ് എം സ്റ്റാർ ഓഫ് സി. ഇൻഫിമത്തിനോടാണ് എം സ്റ്റാർ ഓഫ് സി ഈക്വൽ. അപ്പോൾ ഇൻഫിമം ഒഴിവാക്കുമ്പോൾ അവിടെ എന്താവും? ഈക്വൽ ടു മാറിയിട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയി. പിന്നെ നമുക്കറിയാം ഈ എം സ്റ്റാർ ഓഫ് സി എന്ന് പറഞ്ഞത് ലെങ്ത്തിന്റെ ഇൻഫിമാണ്. ലെങ്ത്തുകൾ ഒരിക്കലും നെഗറ്റീവ് ആവില്ല. അപ്പോൾ അത് മിനിമം ഏറ്റവും മിനിമം ഏതാണ്ടാവുക? 0. അപ്പോൾ എം സ്റ്റാർ ഓഫ് സി എപ്പോഴും 0യോ വലുതായിരിക്കും. അവിടെ ഇൻഫിമം ഒഴിവാക്കുമ്പോൾ അതെന്തായിരിക്കും? is less than or equal to എന്നാവും. summation k equal to 1 to infinity L of ik. അപ്പോൾ L of ikയുടെ സമ്മ് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ L of I1 പ്ലസ് L of I2 പ്ലസ് എക്സെട്ര എടുക്കുമ്പോൾ ആദ്യത്തെ നമുക്ക് കിട്ടുക എപ്സിലോൺ ബൈ 2, അടുത്ത എപ്സിലോൺ ബൈ 2 സ്ക്വയർ, എപ്സിലോൺ ബൈ 2 ക്യൂബ് എക്സെട്ര വരും. അത് നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ ഇതൊരു ജോമെട്രിക് സീരീസ് ആയിരിക്കും. ആ ജോമെട്രിക് സീരീസിന് സമ്മ് നമുക്ക് എപ്സിലോണിന് കിട്ടും അല്ലേ. അപ്പോൾ എപ്സിലോൺ ആർബിട്രറി ആണ്. അപ്പോൾ എപ്പോഴും ഈ സിയുടെ മെഷർ എം സ്റ്റാർ ഓഫ് സി എന്നുള്ളത് 0ക്കും എപ്സിലോണിനും ഇടയ്ക്കാണ്. എപ്സിലോൺ ആർബിട്രറി ആയതുകൊണ്ട് നമുക്ക് 0 എടുക്കാം. സോ എം സ്റ്റാർ ഓഫ് സി is between 0 and 0, that is m star of c equal to 0. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും എം സ്റ്റാർ ഓഫ് സി 0 ആണ്. അപ്പോൾ സി ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ്. സി ഇസ് എ കൗണ്ടബിൾ സെറ്റ് നമ്മൾ എക്സാമ്പിൾ എടുത്താണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും എവറി കൗണ്ടബിൾ സെറ്റ് ഹാസ് മെഷർ 0. മെഷർ 0, ഏത് കൗണ്ടബിൾ സെറ്റിന് മെഷർ 0 ആയിരിക്കും. ഇത് എം സ്റ്റാർ ഓഫ് സി ഈക്വൽ ടു 0. ഇവിടെ ഇ എന്നാണ് കൊടുത്തുള്ളത്, അപ്പോൾ മാറ്റി എഴുതണം. എം സ്റ്റാർ ഓഫ് സി ഈക്വൽ ടു 0. അല്ലെങ്കിൽ ഇ ആണ് സെറ്റെങ്കിൽ ഇയുടെ മെഷർ 0 ആയിരിക്കും. താങ്ക് യു.